ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതേ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ. വഴുതനങ്ങ കാരം എന്നാണ് ഇതിനെ പറയുക. ഒരു സ്പെഷ്യൽ മസാല കൂട്ടൊക്കെ ചേർത്തിട്ട് വഴുതനങ്ങ നമ്മളൊരു വഴറ്റിയെടുത്ത് ചെയ്യണതാണ്. ഇത് എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോഴും നമുക്കൊരു വ്യത്യാസം തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ സ്വാദിനും വ്യത്യാസം തോന്നുന്നുണ്ട്. നല്ലൊരു കൊതിപ്പിക്കണ ഒരു മണവും രുചിയാണ് ഇതിന് കേട്ടോ. ഞാൻ കൂടുതൽ പറയണില്ല, കണ്ടു തന്നെ നോക്കിക്കോളൂ. നമുക്ക് ആദ്യം ഒരു മസാല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ പച്ചക്കടുകാണ് ആദ്യം വേണ്ടത്. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 2 വറ്റൽമുളകാണ് ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. കാരണം മുളക് പൊടി വേറെ ചേർക്കുന്നതുകൊണ്ടാണ് വറ്റൽമുളകിൻ്റെ അളവ് കുറച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്കൊന്ന് നിറം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതെങ്ങനത്തെ ഈ ഉണ്ട വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ വലുപ്പത്തിലുള്ള ഒരു 4 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം ഒക്കെ എടുക്കാം. നീളത്തിൽ ഇതുപോലെ അരിയേണ്ടവർക്ക് അരിയാം. ഈ വട്ടത്തിൽ അരിയണമെങ്കിൽ വട്ടത്തിൽ അരിയാം. എങ്ങനെയാണെങ്കിലും കുറച്ച് കനത്തിൽ അരിഞ്ഞോളൂ. വല്ലാതെ കനം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ വറുത്ത് വെച്ചതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടത് ഇതാ അരിനെല്ലിക്ക വലിപ്പത്തിൽ പുളി കൂടിപ്പോയാൽ അതിന് സ്വാദ് ഉണ്ടാവില്ല. പിന്നെ ഒരു 4 5 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ പൊടിച്ചെടുക്കാം. ഉള്ളി ഒട്ടും ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഉള്ളി ഒഴിവാക്കാം, ഈ ചെറിയ ഉള്ളി ഒഴിവാക്കാം. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ചെറിയ ഉള്ളിയുടെ കൂട്ടത്തിൽ അത്ര തന്നെ വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചീൻചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി തീ താത്തി വെച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ചെറുതീയിൽ ഈ പൊടിയുടെ പച്ചവാസന മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി വഴുതനങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പോഴും ചെറുതീയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. ആ വെളിച്ചെണ്ണ ഇതിലേക്ക് പെരളണ പാകത്തിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കളറിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കശ്മീരി മുളക് പൊടി എടുക്കാം. എരിവുള്ള മുളക് പൊടി അതിനനുസരിച്ച് എടുക്കാം. കാരണം വറക്കുമ്പോൾ 2 വറ്റൽമുളക് കൂടി നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി വേണ്ടത് തീയ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കണം. 5 മിനിറ്റ് മതിയാവും. വഴുതനങ്ങ ഇങ്ങനെ വല്ലാണ്ട് എന്താ പറയുക വെന്തുടയരുത്. ഒരുവിധം നന്നായിട്ട് വഴുതനങ്ങ ആയതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ ചേർത്ത് നോക്കുക. ചിലപ്പോൾ മുഴുവൻ നമുക്ക് ആവശ്യം വരില്ല. ഇതിൽ ഞാൻ കറക്റ്റ് അളവാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ പൊടിച്ചു വെച്ച പൊടി മുഴുവൻ ചേർക്കും. ഈ പൊടിക്കൊരു പ്രത്യേക വാസനയാട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ പച്ചക്കടുക് നമ്മൾ മല്ലിയുടെയും ഉഴുന്നുപരിപ്പിൻ്റെയും കൂടെ അങ്ങനെ അധികം പൊടിച്ച് ചേർക്കാറില്ലല്ലോ, അതിൻ്റെ വാസനയും പിന്നെ ഈ ഒരു ചെറിയ ഉള്ളി ഇങ്ങനെ അതിൽ ചതഞ്ഞ് വരുമ്പോഴുള്ള ഉള്ളിയുടെ വാസനയും. അപ്പം ശരിക്കും പറഞ്ഞാൽ വഴുതനങ്ങ ഇതിൽ കിടന്നങ്ങോട്ട് മുരിഞ്ഞ് അത് കുറച്ചൊരു തൈരിൻ്റെ കൂടെ, നല്ല കട്ട തൈരിൻ്റെ കൂടെ ഒരു പീസൊക്കെ എടുത്ത് കൂട്ടി കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇത് പൊതിച്ചോറൊക്കെ നമുക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ ആക്കിയിട്ട് വെച്ചാലും നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കാരം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ വഴുതനങ്ങ വെന്തിട്ടില്ലെങ്കിൽ മാത്രമാണ് നമുക്കിത് അടച്ചു വെച്ചിട്ടൊക്കെ ഒന്നും കൂടി വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ വഴുതനങ്ങ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതീയിൽ ഒരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കണം മാത്രമേ ഉള്ളൂ. അപ്പം നല്ല രുചിയുള്ള ഒരു വിഭവമാണ് കേട്ടോ ഈ വഴുതനങ്ങാക്കാരം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഇത്തിരി പുളി ഉണ്ടായിരിക്കും, അപ്പോൾ നല്ലൊരു സ്വാദാണ്.